ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അല്പം വൈകിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അത് കുറച്ച് ഒന്ന് രണ്ട് ഹെൽത്ത് പരമായ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പനി പോലെ തോന്നി, കുറച്ച് റെസ്റ്റ് എടുത്തു. ആദ്യം വിചാരിച്ചത് വീഡിയോ ചെയ്യേണ്ട, പിന്നെ വിചാരിച്ചു ഇല്ല, ആൾക്കാർ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ആയത് കൊണ്ട് നിങ്ങൾ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി എനിക്ക് ആ തലവേദനയുടെ ആ ഒരു ഇത് മാറുന്നില്ല, കാരണം അതാണ് ഈ വാക്കുകൾ കുറച്ച് ഇതാവുന്നത്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് അറിയിപ്പുകൾ എനിക്ക് പറയാൻ പോകുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഓഗസ്റ്റ് മാസത്തെ മെന്ററിംഗിന്റെ ബാച്ച് ഈ വരാൻ പോകുന്ന ഓഗസ്റ്റ് 1, ജൂലൈ 31 ഓഗസ്റ്റ് 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓൺലൈൻ ബാച്ച് ആണ്. അതിൽ 3 മാസം മുതൽ 6 മാസം വരെയുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള മെന്ററിംഗ് ആണത്. ലൈവായിട്ട് എന്റെ കൂടെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഇരുന്ന് ട്രേഡിംഗ്, മാർക്കറ്റ് പ്രൊഫൈലിലെ ഓർഡർ ഫ്ലോ സ്ട്രാറ്റജികളും ഇൻ ഡെപ്ത് ആയിട്ട് ബേസിക് മുതൽ അഡ്വാൻസ് വരെ ഞാൻ പഠിപ്പിച്ചു തരും. അതിന്റെ കൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ലൈവ് മാർക്കറ്റ് എന്റെ കൂടെ ഇരുന്ന് കമ്മോഡിറ്റിയും അതേപോലെ നിഫ്റ്റിയും സ്വിംഗ് ട്രേഡിംഗ്, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു മെന്ററിംഗ് ബാച്ച് ആണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. രണ്ടാമത്, ഇംഗ്ലീഷ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ഇംഗ്ലീഷ് ഓൺലൈൻ ബാച്ച് ഫ്രം ഓഗസ്റ്റ് 15. സോ മലയാളത്തിലുള്ള ബാച്ചിന് പുറമെ ഇംഗ്ലീഷ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ആർക്കെങ്കിലും ഇംഗ്ലീഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. മൂന്നാമത്തെ ഒരു കാര്യം, ഓഫ്ലൈൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ സെഷനും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി തമിഴിനെ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. സോ ഇത്രയും 3 അറിയിപ്പുകൾ എനിക്ക് പറയാനുണ്ട്. നമുക്ക് നേരെ മാർക്കറ്റിന്റെ സ്ട്രക്ചറിലേക്ക് പോവാം. ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് നമ്മുടെ R2 ഭാഗത്തേക്ക് ഓപ്പൺ ചെയ്ത് R3 അടിച്ചതിനു ശേഷം പിന്നെ അതിന് മുകളിൽ കിടന്ന് കളിച്ച് പിന്നെ ഒരിടത്ത് മൂവ് ചെയ്ത് ആ ഭാഗത്ത് തന്നെ കിടന്ന് കളിക്കുകയാണ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു, തിരിച്ചു കയറി സ്റ്റോപ്പ് അടിച്ച് മൾട്ടിപ്പിൾ എൻട്രി ചെയ്തതിനു ശേഷം R1 ഭാഗത്തേക്ക് ഒരു ചെറിയൊരു കയറ്റം ശ്രമിച്ചു. മിഡ് ക്യാപ്പ് ബുള്ളിഷ് ആദ്യം എൻട്രി എടുത്ത് സ്റ്റോപ്പ് അടിച്ചു, വീണ്ടും എൻട്രി എടുത്ത് മൾട്ടിപ്പിൾ ബാങ്ക് നിഫ്റ്റി പോയ പോലെ ഒരു സ്മൂത്ത് മൂവ്മെന്റിന് പകരം വളരെ വിയേർഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ അടിച്ചു. ചുരുക്കി പറഞ്ഞൊരു ട്രേഡബിൾ ആക്ഷൻ പ്ലാൻ ഉണ്ടായിരുന്നത് നിഫ്റ്റിയിൽ മാത്രമാണ്. കാരണം മെനങ്ങാന്ന് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരമുള്ള ട്രേഡ് സെറ്റപ്പ് ഞങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വലിയ പ്രോഫിറ്റ് കിട്ടില്ല. പെർ ലോട്ട് 2730 രൂപ വെച്ച് കിട്ടി. ടോട്ടൽ ഒരു എന്താണ്, വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്ത് ചെറിയ പ്രോഫിറ്റബിലിറ്റി എടുത്ത് ബുക്ക് ചെയ്ത ഒരു ദിവസം കൂടെയായിരുന്നു ഇന്ന് കൃത്യമായിട്ട് മാർക്കറ്റിൽ കടന്നു പോയത്. സോ ഇതാണ് ഒരു സ്ട്രക്ചർ ബേസ്ഡ് ട്രേഡിംഗിൽ ഉണ്ടായ ഒരു കാര്യം. നമുക്കിനി നോക്കേണ്ടത് ആശാന്റെ ഇന്നത്തെ മാർക്കറ്റ് എങ്ങോട്ടാണ് പോയെന്നും ബാക്കിയുള്ള സ്ട്രക്ചർ ഒക്കെ നോക്കി വെച്ച് നാളത്തേക്കുള്ള ലെവൽസ് ഒക്കെ ഒന്ന് വരച്ചു വയ്ക്കാം. സോ ഇന്ന് മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണെന്ന് പറയാം. പി ഷേപ്ഡ്, ചെറിയൊരു നോർമൽ വേരിയേഷൻ അപ്പ് എന്ന് പറയാം, പക്ഷെ ഞാൻ ഇതിനെ പറയും പി ഷേപ്ഡ് പ്രൊഫൈലാണ്. 14,652 ഭാഗത്താണ് പി ഒ സി. 14,652 ഭാഗത്തേക്ക് ആ പി ഒ സി വന്നിട്ടുണ്ട്. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,560 14,560 പൊട്ടയാണെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 14,517 ഭാഗം 14,517 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ 14,517 കട്ട് ചെയ്ത് അടുത്ത 14,460 ഭാഗത്തേക്ക് വരാനും. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,400. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് ലോവർ സ്ട്രക്ചറിൽ പറയാനുള്ളത്. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച്, ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു. റേഞ്ചിന്റെ ഭാഗത്ത് തന്നെയാണ് ആക്ഷൻ ഓപ്പൺ ചെയ്ത് ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ ഇനി ഞാൻ ബൈ എടുക്കുന്നത് 14,712 മുകളിൽ, 14,712 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കും? സോ ആദ്യം ഫസ്റ്റ് ടാർഗറ്റ് ഇന്നത്തെ സെക്കൻഡ് ടാർഗറ്റ് ആയ 14,760 14,760 ഭാഗത്തേക്ക് വരാം. അതിനു മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 14,800 ഭാഗത്തേക്ക് വരാനും. അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോവാം? നമ്മളെ സംബന്ധിച്ച് 800 804 ഭാഗത്തേക്ക്. എത്രയാണ്? 14,804 ഭാഗത്തേക്ക് അവിടെയാണ് പി ഒ സി ഉള്ളത്.
അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,856. അത്രയാണ് 14,856 ഭാഗത്ത്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഓപ്പൺ ടൈപ്പ് ഓപ്പൺ ഓപ്ഷൻ ഇൻ ദ റേഞ്ചും ഡേ ടൈപ്പ് പി ഷേപ്ഡ് പ്രൊഫൈലാണ്. സോ ഇന്നത്തെ പി പ്രൊഫൈലിന്റെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകാനും ആ മൂവ്മെന്റും 15,000 വരെ പോകാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെയധികം മാർക്കറ്റിൽ പോസിബിൾ ആണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ള ലെവൽസ്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് വന്നത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഓവർ ആയിരുന്നു. ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേറ്റ് ആണ് മാർക്കറ്റ് വന്നിരിക്കുന്നത്. POC വന്നിരിക്കുന്നത് 57,172 57,172 POC. ഞാൻ ആ POC മാർക്ക് ചെയ്ത 57,172 ഭാഗത്തേക്ക് ആ POC ഞാൻ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട ബെയറിഷ് റഫറൻസ് പറയുമ്പോൾ ഞാൻ ഇന്നത്തെ 56,900 കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. സോ അത് ഫസ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കും? ഫസ്റ്റ് ടാർഗറ്റ് 56,768. എത്രയാണ്? 56,768 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു ലോ കണ്ടോ, 56,676. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 56,676 56,676 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഏരിയ ആയ 56,424. എത്രയാണ്? 56,424 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റി പറയേണ്ടത്. ഫസ്റ്റ് ടാർഗറ്റ് 56,676 പകരം 56,600 ഭാഗത്തേക്കാണ്. അത് 56,600 നമ്മൾ ഇന്നലത്തെ ബെയറിഷ് റഫറൻസ് ആയതുകൊണ്ട് 56,600 ഭാഗത്തേക്ക് വരാൻ. തേർഡ് ടാർഗറ്റ് 56,424 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ ചിന്തിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഹൈ എത്രയാണ്? ഇന്നത്തെ ഹൈ ആയ 57,330 മുകളിൽ, അത്രയാണ് 57,330 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ ഉള്ളൂ. അത്രയാണ് 57,330 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. സോ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 57,500 57,500 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ എത്രയാണ്? 57,710. എത്രയാണ്? 57,710 ഭാഗത്തേക്കും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,878. എത്രയാണ്? 57,878. ഇതായിരിക്കും എനിക്ക് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റഫറൻസ് ഉള്ളൂ. സോ 57,330 മുകളിൽ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിൽ ബൈങ് ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു റേഞ്ച് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. 16 ജൂൺ തൊട്ട് ഏകദേശം പറഞ്ഞാൽ ഏതുവരെയാണ്? 21 ജൂലൈ വരെ പെർഫെക്റ്റ് റേഞ്ച് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ. സോ 57,500 മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 57,900 അതിന് മുകളിൽ 58,242 ഭാഗത്ത് വരെയുള്ള ഒരു 80% റേറ്റ് സെറ്റ് ബാങ്ക് നിഫ്റ്റിക്ക് പോസിബിൾ ആണ്. സോ 57,450 കട്ട് ചെയ്യണമെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു മൂവ്മെന്റ് വളരെയധികം മാർക്കറ്റിൽ പോസിബിൾ ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റിയെ കുറിച്ച് നോക്കണം. നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. POC വന്നേക്കുന്ന 24,236 ഭാഗത്തേക്ക് POC 24,000 നമ്മളെ ഈ തേർഡ് ടാർഗറ്റിന്റെ ഭാഗം 24,236 24,236 ഭാഗത്തേക്കാണ് POC വന്നിരിക്കുന്നത്. ഇനി എനിക്ക് നോക്കേണ്ടത് ഈ റെഫറൻസ് ലെവലുകളൊന്ന് തട്ടി മുകളിലൊക്കെ ആട്ടാക്കണം. കാരണം മാർക്കറ്റ് ഈ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ മാത്രമേ ബൈയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് ഇന്നത്തെ 24,120 താഴെ സെല്ലിംഗ് എടുക്കത്താണ്. 24,120 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 24,055 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 24,000 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 23,940 ഭാഗത്ത്. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള ഡൗൺവേർഡ് റെഫറൻസ് ലെവലുകൾ. ഇനി ബൈയിങ് എന്ന് പറയുമ്പോൾ 24,260, അതായത് അത് വളരെ ഇമ്പോർട്ടന്റ് ഏരിയയാണ്. 24,260 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈ 260 അല്ല 24,300 24,300 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 24,355 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 24,404 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് 24,456. ഇതാണ് എനിക്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ള അപ്സൈഡ് റെഫറൻസും. ഒരു ഓപ്പൺ ഓപ്ഷൻ ഔട്ട് ഓഫ് ദ റേഞ്ച് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റിയും. ഒരു പി ഷേപ്ഡ് പ്രൊഫൈലാണ്. ഇന്നത്തെ ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഒരു വീണ്ടും ഈ മൊമെന്റം കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ്
മാർക്കറ്റിൽ വളരെ പോസിബിൾ ആണ്. സോ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കണ്ട് ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ ടു ഓൾ മൈ ട്രേഡിംഗ് ഫ്രണ്ട്സ്.